Bhumipriya Travel Agencies. Bhumipriya, a destination management company. ഈ വർഷത്തെ ആദ്യത്തെ അമ്പോളി യാത്ര. ഇപ്രാവശ്യം ട്രെയിന് വലിങ്ങനെ വൈകിയില്ല, നേരത്തെ തന്നെ എത്തി. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. ആദ്യം തന്നെ നമ്മൾ പോയത് ഫ്രഷപ്പിനാണ്. ഫ്രഷപ്പിനുള്ള റൂം എടുത്ത് കൊടുത്തതിൽ തന്നെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഫ്രഷപ്പ് കഴിഞ്ഞ് നേരെ ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ നേരെ ചുരം കയറാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും കോട്ടെടുത്തില്ല, ചെരുപ്പില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലരും ഷൂ ഇട്ടിട്ടായിരുന്നു വന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിൽ നിർത്തി കൊടുത്തു. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചുരം കയറാൻ തുടങ്ങി. കയറി തുടങ്ങുമ്പോഴേ കോട ഇങ്ങനെ ഇറങ്ങി മുകളിലേക്ക് ഇരുന്നതിനനുസരിച്ച് കോട ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം തന്നെ പോയത് റിവേഴ്സ് വാട്ടർഫാൾസിലേക്കാണ്. അല്ലെങ്കിൽ അവിടുത്തെ പാർക്കിംഗ് തന്നെ നിൽക്കാൻ ഭയങ്കര രസമാണ്. നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല കോടയായിരിക്കും അവിടെ. പാർക്കിംഗ് എന്നൊരു ഏകദേശം 300 മീറ്ററുകൾ നമ്മൾ ഈ പറഞ്ഞ റിവേഴ്സ് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഷീറ്റ് കൊണ്ട് മറിച്ച കുറേ പീടികൾ കാണാം. അവിടെ ഈ പറഞ്ഞ പോലെ ഓംപ്ലേറ്റും കോണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴി അധികവും ചെങ്കല്ലുകൊണ്ട് കെട്ടിണ്ടാക്കി കേട്ടോ. നല്ല മഴയും നല്ല വെയിലും ലഭിക്കുന്നതിനുണ്ട് തന്നെ ലാറ്ററൈറ്റ് സോയിലിന്റെ ലഭ്യത അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ചെങ്കല്ലുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റിവേഴ്സ് വാട്ടർഫാൾസ് എത്തിയ സമയത്ത് ഈ ഒരു അവസ്ഥയാണുള്ളത്. മൊത്തം കോട മൂടിയിട്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. കാറ്റിൻ്റെ ശക്തി വളരെ കുറവാണ്, പക്ഷേ എറിയുന്ന സാധനമൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഈ പോകുന്ന വെള്ളം താഴത്തോട്ട് മറിഞ്ഞിട്ട് താഴത്തുനിന്ന് കാറ്റിൻ്റെ ശക്തി കൊണ്ട് തിരിച്ചടിക്കുന്നതാണ്. അതാണ് റിവേഴ്സ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. പക്ഷേ കാറ്റിൻ്റെ ശക്തി കുറവായതുകൊണ്ട് തന്നെ ഈ വെള്ളം തിരിച്ചു വരുന്നില്ലായിരുന്നു. വെള്ളം താഴോട്ട് തന്നെയായിരുന്നു പോകുന്നത്. അങ്ങനെ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഈ കോടക്കാട്ട് മാറി ആ വ്യൂ മൊത്തമായിട്ട് കണ്ടു. ഒരു 5-6 വാട്ടർഫാൾസ് നിരത്തി അങ്ങനെ നിൽക്കുകയാണ്. ഏതാ ഭംഗി! 1, 2, 3 സെക്കൻഡ് അത്രേ കിട്ടുള്ളൂ. ആ നിമിഷത്തിനുള്ളിൽ നമ്മൾ കണ്ടുപോകണം. ഇപ്പോഴേക്ക് അടുത്ത കോട വരും. കോട വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം മൂടിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കോട മൊത്തം മാറി അവിടെയുള്ള വ്യൂ മൊത്തം തെളിഞ്ഞു വരും. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കോട വീണ്ടും വരും. അങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ കൂടെ വന്നവരുടെ ഫോട്ടോ എടുക്കലായി, പാട്ടുപാടലായി, ഡാൻസായി, പിന്നെ കുറേ പച്ച ഇലകൾ പറിച്ചിട്ട് എറിയലായി. ഈ സാധനം തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പറിച്ചെറിയാൻ തുടങ്ങി. അമ്പോളിയിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് ഈ റിവേഴ്സ് വാട്ടർഫാൾസ് തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ മൈൻഡ് മൊത്തം മാറി കിട്ടുന്ന ഒരു മൊമെൻറ്റ്. ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. തിരക്കില്ലെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ റീലെടുക്കാൻ തുടങ്ങി. നമ്മുടെ കൂട്ടത്തിൽ 2 ചുള്ളൻ ചെക്കന്മാരുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നല്ല. അവരുടെ കൂടെ റീലെടുത്ത് 2 റീല് നമ്മൾ പുറത്തിറക്കി. അവരുടെ വക ചെറിയ രീതിയിലുള്ള വ്ളോഗുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. Amboli, Maharashtra. ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പലരും പല സ്ഥലത്തു നിന്നുള്ളവരാണ്. പലരും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു. അപ്പം എല്ലാവരെയും തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അടുത്തത്. ഇവിടെ തന്നെ നമ്മൾ ചെയ്തു. പിന്നെ എൻ്റെ ഡയറക്ഷനിൽ ശാന്തമീ രാത്രിക്ക് ഇവരെല്ലാവരും സ്റ്റെപ്പ് ഇട്ടു. പക്ഷേ ഞാൻ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് പാളി. അവിടെ ഉണ്ടായ നെഗറ്റീവ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാട്ടങ്ങ് പാടി. അപ്പം എല്ലാവരും കൂടെ പാടി. പിന്നെ പാട്ടായി, കളിയായി. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. അടുത്ത് നമുക്ക് പോകാനുള്ളത് ഹിർണേശ്വരി നദി ഉത്ഭവിക്കുന്ന ഹിർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഈ വേടുകൾ കിട്ടാൻ ലേശം പണിയാണ്. ഇവിടെ നിന്നാണ് ഈ ഹിർണേശ്വരി നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മാത്രം കാണുന്ന ഒരു ശുദ്ധജല മത്സ്യം കിട്ടും. അതിൻ്റെ പേര് ഞാൻ മറന്നു. പേര് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിടാം. ഒരു സ്പിരിച്വൽ മൂഡിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല കിട്ടില്ല ലൊക്കേഷനാണ്. ഇതേപോലത്തെ തുറന്ന ചെങ്കല്ലിൻ്റെ ഉള്ളിലേക്കുള്ള അറകളിൽ നിന്നാണ് അധികവും വെള്ളം വരുന്നത്. അതുകൂടാതെ നടുവ് കാണുന്ന ആ കിണർ പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. ഇവിടെ ഒരു ദേവിയുടെ വിഗ്രഹമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആരാധനയൊക്കെ ഉണ്ട്.
പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളൊരു മാഷ് നന്നായി ഫ്ലൂട്ട് വായിക്കുന്നുണ്ടായിരുന്നു. ആള് നല്ല കിട്ടലായിട്ട് ഫ്ലൂട്ട് വായിച്ചു. അതൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ തീർത്തു. അതൊരു സ്പിരിച്വാലിറ്റീൻ്റെ ഒരു എക്സ്ട്രീമിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അവിടെ. അടുത്ത് നേരെ ലഞ്ച് കഴിക്കാനാണ്. എനിക്ക് ഈ സമയമായപ്പോൾ തന്നെ മഴയൊക്കെ കൊണ്ടിട്ട് ഏകദേശം തൊണ്ടവേദനയും തലവേദനയൊക്കെ ഒരു പനീൻ്റെ ഒരു ലക്ഷണം ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ആകെ ചടച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വന്ന മനുഷ്യന്മാരൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതിനോണ്ട് തന്നെ എനിക്ക് ആ ഒരു പനീൻ്റെ ഒരു ഫീല് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അങ്ങനെ നല്ല ഉഷാറ് ഫുഡും കഴിച്ച് നേരെ പോകുന്നത് നമ്മൾ മഹാദേവ് ഗഡിലേക്കാണ്. ഇവിടെ നല്ല കിട്ടിലും വ്യൂ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ കാലാവസ്ഥ മാറ്റം കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ആ സമയത്ത് അവിടെ മഴയല്ലായിരുന്നു. അതുകൊണ്ട് നല്ല വൃത്തി കോടയില്ലാതെ നമുക്ക് ആ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ പറ്റി. ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കാണും, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നല്ല കിട്ടിലും വ്യൂ കാണാം. വലിയ ജിയോളജി ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഏതാണ് ലൊക്കേഷൻ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ മാത്രം പറ്റും. നമ്മൾ ഏത് തവണ അമ്പോളി വരുമ്പോൾ ഈ അമ്പോളിനെ വല്ലാതെ സ്നേഹിക്കുന്നൊരു മനുഷ്യനുണ്ടാവും. അതേപോലത്തെ ഒരു മനുഷ്യനാണ് ഈ കറുപ്പ് പനിയന്മേൽ ചുവന്ന വരയുള്ള മനുഷ്യൻ. ആള് ഭയങ്കരമായിട്ട് അമ്പോളി ആസ്വദിച്ചു. അങ്ങനെ ആ വ്യൂ പോയിൻ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും പനിയുടെ ഒരു ലക്ഷണം ഇങ്ങനെ വന്ന് തുടങ്ങുന്നത്. അവിടുന്ന് കുറച്ചുകൂടി താഴോട്ട് വന്നാൽ നമ്മുടെ ശിവൻ്റെ ശൂലവും അതുപോലെ ഫോട്ടോയ്ക്ക് പറ്റിയൊരു ഫ്രെയിമും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടൊരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടി കാണാം. അവിടെ ഒരു ഗരുഡൻ്റെ ചിറക് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അത്ഭുതപ്പെടുത്തിയാവുന്നല്ല, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗട്ട് കാണാം. ഒരു ഗട്ടാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് കഴിച്ചു തന്നെ നമുക്കത് മനസ്സിലാവും. പക്ഷേ അത് എന്താണെന്നോ ആരുടെയാണെന്നോ ഒന്നും അറിയില്ല. ചോദിച്ച സമയത്ത് ഏതാ നാരായൺ ഘട്ടോ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ നേരെ അമ്പോളി വാട്ടർഫാൾസിലേക്ക് പോയി. നമുക്കറിയാം സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന അമ്പോളി വാട്ടർഫാൾസ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒട്ടിക്കത്ര തിരക്കായിരുന്നു. ചില്ലറൊന്നല്ല കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള കഷ്ടപ്പാട്. അപ്പോൾ നമ്മളെ കൂടെ വന്നവരെ പലർക്കും കയറാൻ ഭയങ്കര മടി അവിടേക്ക്, കാരണം അത്ര ആൾക്കാരായിരുന്നു. അത്രയും ഭയങ്കര റഷായിട്ട് അതിൻ്റെ ഒരു കയറി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അമ്പോളി വാട്ടർഫാൾസ് അല്ലാതെ താഴോട്ട് 2-3 വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം ഞങ്ങളെ കൂടെ വന്നവർ പലരും ഈ താഴോട്ടുള്ള വാട്ടർഫാൾസിലേക്ക് നേരെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 3 വാട്ടർഫാൾസ് ഉണ്ട്. 3 വാട്ടർഫാൾസ് എൻജോയ് ചെയ്ത് ഒരു 5 മണി ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് നേരത്തെ റെസ്റ്റ് ചെയ്ത ഹോട്ടലിലേക്ക് എത്തി. അവിടെ നിന്ന് വൈകുന്നേരം ഫുഡും കഴിച്ച് ഏകദേശം 9 മണീൻ്റെ ട്രെയിൻ തന്നെ നമ്മൾ പാക്കപ്പ് അടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് 3 നേരത്തെ നല്ല രീതിക്കുള്ള ഫുഡ് തന്നെ കൊടുത്തു. മഹാരാഷ്ട്ര ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അവരുടെ ടേസ്റ്റ് അവരുടെ ആ ഒരു കൾച്ചറിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത യാത്രയുടെ വിശേഷങ്ങളും യാത്രാ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഗുഡ് ബൈ.